പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമായ യേശു സ്വർഗം വിട്ടിറങ്ങി മനുഷ്യരൂപം ധരിച്ചതിൻ്റെ ഓർമ്മ തിരുസഭ ഇന്ന് ആചരിക്കുന്നു. മനുഷ്യരോടൊപ്പം ജീവിക്കുവാൻ അവതരിച്ചു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അനുസരണ ജീവിതത്തിൻ്റെ ഭാഗമാക്കി എളിമപ്പെട്ട് സ്വർഗത്തിൻ്റെ സൗഭാഗ്യം മാറ്റിവെച്ചു അവിടുന്ന് പുൽക്കൂട്ടിൽ പൂജാതനായി. മനുഷ്യരായ മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും കരുണയിൽ ദൈവം പരിചരിക്കപ്പെട്ടു. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നു. വലിയവൻ എളിയവനായി പൂജാതനായി. മനുഷ്യന്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുവാനും അവരെ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് രക്ഷകനായി പൂജാതനായി. യേശു എന്നേക്കും സ്നേഹമാണ്, കാരുണ്യമാണ്. യേശുവിൻ്റെ സാന്നിധ്യം മനുഷ്യ ഹൃദയങ്ങളിലും സൃഷ്ടികളിലും പ്രപഞ്ചത്തിലെ എല്ലായിടത്തുമുണ്ട്. എൻ്റെ ഹൃദയം യേശുവിൻ്റെ പുൽക്കൂടാകുമോ? യേശുവിനെ വഹിക്കുന്നത് എത്ര മാധുര്യമുള്ളതാണ്! സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നത് എത്ര അത്ഭുതകരമാണ്! എത്ര മഹത്വമാണ് അവരിൽ യേശുവിനെ ദർശിക്കുന്നത്! വിഷാദ രോഗികളോട് സ്നേഹമാകുമ്പോൾ, അടിച്ചമർത്തപ്പെട്ടവർക്ക് തണലാകുമ്പോൾ, ദുഃഖിതർക്ക് ആശ്വാസമേകുമ്പോൾ, രോഗികൾക്ക് വൈദ്യൻ ആകുമ്പോൾ, അവശരെ സഹായിക്കുമ്പോൾ, നീതിയോടെ വർദ്ധിക്കുമ്പോൾ, എളിമയുടെ മാതൃകയാകുമ്പോൾ, അനുസരണത്തിൻ്റെ ചുവടുകൾ വയ്ക്കുമ്പോൾ, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, എന്നിലൂടെ യേശു ഇന്നും ലോകത്തിൽ ജീവിക്കുവാൻ ഞാൻ അനുവദിക്കുന്നു. ഇതാണല്ലോ ക്രിസ്മസ് നൽകുന്ന സന്ദേശം. പുൽക്കൂട്ടിൽ ജനിച്ച യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജനിച്ചുകൊണ്ട് നാം മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.